ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് ആധാരമായി 81-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യം. അവൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുന്നു, ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവർക്ക് തൃപ്തി വരുന്നു. സങ്കീർത്തനക്കാരനായ ആസാഫാണ് ഈ സങ്കീർത്തനം ചമച്ചത്. കർത്താവിനെ വിളിക്കുന്ന ഓരോ മക്കളെയും ശ്രേഷ്ഠമരമായത് കൊണ്ട് ദൈവം പോഷിപ്പിക്കുമെന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഈ വചനം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളെയും ദൈവമാണ് നടത്തുന്നത്. അവർക്ക് ശ്രേഷ്ഠമേറിയത് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞതും ദൈവമാണ്. പഴയ നിയമ ഇസ്രായേലിനോട് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കനാൻ നാട് നിങ്ങൾക്ക് തരാം. പുതിയ നിയമ ഇസ്രായേലിനോട് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞു, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായിട്ടാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത് തരുവാൻ ദൈവത്തിന് കഴിയും. ഇവിടെ ആസാഫ് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവൻ നിന്നെ പോഷിപ്പിക്കും. ആടുകളെ ഇടയൻ നടത്തുമ്പോൾ ഇടയന്റെ കയ്യിൽ വടിയും കോലുമുണ്ട്. ആടിന് മാക്സിമം കാല് നിലത്ത് കുത്തി കൈ വൃക്ഷത്തിൽ നീട്ടിപ്പിടിച്ചാൽ ഭുജിക്കാവുന്ന കുറച്ച് പച്ചലകളെ. ഇടയന്റെ കയ്യിലെ കോല് ഉയർന്നു നിൽക്കുന്ന വൃക്ഷശിഖരങ്ങളിൽ പിടിയിട്ട് താപ്പോട്ട് താത്ത് ആടുകൾക്ക് ഭുജിക്കാൻ പാകമാക്കി കൊടുക്കുമ്പോൾ ആ ആടുകൾ പറയും, ഒരു ഇടയനുള്ളത് കൊണ്ട് ശ്രേഷ്ഠമേറിയതാ ഞങ്ങൾ ഭുജിക്കുന്നു. ഇസ്രായേൽ മക്കളോട് ചോദിച്ച അവര് പറയും, ഞങ്ങൾക്കൊരു ദൈവമുള്ളത് കൊണ്ട്, ഞങ്ങൾ സ്വർഗീയ ഭോജനം കൊണ്ട് തൃപ്തരാക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം. പുതിയ നിയമത്തിലെ വെളിപ്പാടുകൾ നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, ദൈവ മക്കൾക്ക് ദൈവം ശ്രേഷ്ഠമേറിയത് കൊണ്ട് പോഷിപ്പിക്കുന്ന ദൈവമാണ്. 2, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തും. എന്താണ് തേൻ? ദൈവവചനം തേൻ പോലെയാണ്. ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠമേറിയത് കൊണ്ട് നിന്നെ പോഷിപ്പിക്കാൻ കഴിവുള്ള ദൈവം. ഓരോ ദിവസവും ആത്മീക ജീവിതം ആസ്വദിച്ചു ജീവിക്കുന്നവരുണ്ട്. നിങ്ങളോട് ആ ദൈവത്തിന്റെ സന്ദേശം, പാറയിലെ തേനും മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവൻ നിങ്ങളെ പോഷിപ്പിക്കും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇതിനൊന്നും അർഹതയില്ലാത്ത ഞങ്ങൾക്ക് ശ്രേഷ്ഠമേറിയത് തന്ന് ഞങ്ങളെ പോറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാറയിലെ തേനും മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും ദൈവം അവരെ പോഷിപ്പിക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ശ്രേഷ്ഠമേറിയത് കൊണ്ട് ദൈവം നിന്നെ പോറ്റും. ഗോഡ് ബ്ലസ് യു.